മലൈക്കോട്ടെ വാലിബൻ. ഒറ്റ വാക്കിൽ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.5 മണിക്കൂർ ബോറടി. അതാണ് സിനിമ. ഇങ്ങനെ ഞാൻ ആദ്യമേ തന്നെ എടുത്ത് പറയാൻ കാരണം ഈ സിനിമയുടെ റിവ്യൂസ് പല രീതിയിൽ പല ആളുകൾ പറയും. ഇതൊരു LJP മാജിക് ആണ്, അല്ലെങ്കിൽ ഇതൊരു LJP സിനിമയാണ്, നിങ്ങളുടെ സാധാരണ കണ്ണുകൊണ്ട് കണ്ടാൽ പോരാ, ഉൾക്കണ്ണുകൊണ്ട് സിനിമ കാണാൻ പഠിക്കണം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചില സാധനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എനിവേ, ഞാൻ LJP സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നൻപകൽ നേരത്ത് മയക്കം, ചുരുളി, ഈമായോ പോലുള്ള സിനിമകളൊക്കെ ആമേൻ ഞാനങ്ങോട്ട് മാറ്റി വെക്കുവാണ് കേട്ടോ. കാരണം ഈ ബാക്കി ഭൂരിപക്ഷ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത സിനിമകളെ കുറിച്ചിട്ട് പറയാം. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പ്രത്യേകിച്ച് ജല്ലിക്കെട്ട് കണ്ട അതേ തിയേറ്ററിൽ ഇരുന്നിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടത്. അത്രയും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ജല്ലിക്കെട്ട്. പല ആളുകൾക്കും കൂടെ ഇരുന്ന് കണ്ട ആളുകൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പോലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ പ്യുവർലി ബോറിംഗ് ആണ്, സത്യം പറയാമല്ലോ. അത് എങ്ങനെയെങ്കിലും സമയം നോക്കി അവസാനത്തേക്ക് അരമണിക്കൂർ എങ്ങനെയെങ്കിലും കഴിഞ്ഞാൽ മതി എന്ന് കരുതിയിരുന്ന് കണ്ട ഒരു സിനിമയാണ് ഈ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുന്ന ഈ സിനിമ. ഈ സിനിമയിൽ ആകെയുള്ളൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിലെ മ്യൂസിക്കാണ്. പ്രശാന്ത് പിള്ള അത് നീറ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ലാസ്റ്റത്തെ, അതായത് എൻ കാർഡിലുള്ള ഒരു 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 റാപ്പ് പോലത്തെ ഒരു മ്യൂസിക് ഉണ്ട്. അത് കേൾക്കാനൊന്നും നിന്നില്ല. എനിവേ, അത് തുടങ്ങിയത് തന്നെ അടിപൊളിയായിരുന്നു. ബീറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുവരെ ആയപ്പോൾ മൊത്തം നമ്മുടെ ഊർജം ട്രെയിനായിട്ടിരിക്കുകയായിരുന്നു. കുറേ ആളുകൾ കമൻ്റടി കാര്യങ്ങൾ തുടങ്ങി. സാധാരണ സിനിമയിൽ കണ്ടു കഴിയുമ്പോൾ ഇതുപോലെ സിനിമയുടെ ഇടയ്ക്ക് വരുന്ന കമൻ്റടി കാര്യങ്ങൾ അസഹനീയമായിട്ടാണ് തോന്നുന്നത്. ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോരാൻ വരെ തോന്നി ചില വൃത്തികെട്ട ആളുകൾ കാരണം, അത് ഈ കമൻ്റടി കാരണം. ഈ സിനിമ കുറേ അധികം ആളുകൾ അവിടെ ഇവിടേക്ക് ഇരുന്ന് കമൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് സിനിമേനേക്കാൾ കൂടുതൽ ആ കമൻ്റടി എൻജോയ് ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക സിനിമയുടെ ഒരു ലെവൽ എന്താണെന്ന്. ഇത് ഇതെൻ്റെ ഒരു റിവ്യൂ ആയിട്ട് ഞാൻ എൻ്റെ തംബ്നെയിലിൽ തന്നെ ഞാൻ ഇടുന്നത് അനുഭവ സാക്ഷി എന്നാണ്. എനിക്ക് എന്ത് സിനിമ അനുഭവപ്പെട്ടു അതാണ് ഞാനിവിടെ വന്ന് പറയുന്നത്. നിങ്ങളൊരു റിവ്യൂ ആയിട്ടൊന്നും ഒരു രീതിയിലും പരിഗണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബാക്കിയുള്ള ആളുകളുടെ റിവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ സിനിമയുടെ ഒരു വിലയിരുത്തൽ നടത്തിയാൽ മതി. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ സമയം കൊല്ലിയായിട്ട്, ടൈം പാസ് ഒന്നും ഞാൻ പറയുന്നില്ല, ബോറടിച്ച് എങ്ങനെയെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നാൽ മതി എന്ന രീതിയിൽ ഇരുന്ന് കണ്ട ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. പ്രതീക്ഷയുടെ അമിതഭാരമായിരിക്കാം. എനിക്ക് എന്തായാലും ഈ സിനിമയെ വിശേഷിപ്പിക്കാൻ തോന്നുന്ന പേര് ഒടിയൻ 2.0 എന്നാണ്. അപ്പോൾ അത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഇനി ആരെങ്കിലുമൊക്കെ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ കാണാതിരിക്കുക. താങ്ക് യു സോ മച്ച്.